ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഗ്ലാസ്സേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. 2 ഗ്ലാസ് അരി എടുത്തിട്ട് ഞാനത് വെള്ളം ഒഴിച്ചു നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിലെ പോലത്തെ അരിയല്ല, അവർ നമ്മളെ റേഷൻ അരി പോലത്തെ അരിയാണ്. അപ്പം അതുകൊണ്ടിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് പിന്നെ അടുപ്പ് കത്തിച്ചു, വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വെള്ളം തിളച്ചു. പിന്നെ നേരത്തെ വെച്ചിരുന്ന അരി നല്ലതുപോലെ അതിനെന്താ പറയുന്നത്, അത് നല്ലപോലെ തിരുമ്മിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി. ഇവിടെ 2 വട്ടേ കഴുകത്തുള്ളൂ. എന്നിട്ട് കഴുകിയിട്ട് ഞാൻ ആ ചൂട് വെള്ളം തിളച്ചപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ, പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര അരി ഇട്ടത്? ഇന്ന് വീട്ടിലുള്ള എല്ലാവരും കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. ഞാനത് ഓർക്കാതെ ഞാൻ 2 ഗ്ലാസ് അരി ഇട്ടു. പോട്ടെ, എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അരി വേകാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി. ശരി, അപ്പോൾ നമുക്കെങ്കിൽ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചമ്മന്തിയും ചോറും മുട്ട പൊരിച്ചതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ തിരുകി. അത് പറഞ്ഞപ്പോഴാണ് ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മാങ്ങ ചമ്മന്തി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മാങ്ങ എടുത്തായിരുന്നു. ആ മാങ്ങ എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് അതിന് ഭയങ്കര മധുരം. അത് പിന്നെ എനിക്ക് മനസ്സിലായത് തിന്നു കഴിഞ്ഞപ്പോൾ. കണ്ടപ്പോൾ പുറമേ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ശരി, അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ രണ്ടാമതൊരു മാങ്ങ എടുത്ത് ചെത്തി നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ശരി അത് ചമ്മന്തിക്ക് ഇടാമെന്ന് വെച്ച് അത് പുളിയെടുത്തിട്ട് മാങ്ങ ചമ്മന്തി റെഡിയാക്കി. അത് പറഞ്ഞപ്പോഴാണ് മാങ്ങയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അല്ലേ? എല്ലാവർക്കും മാങ്ങ ഇഷ്ടം. മാങ്ങ ഇങ്ങനെ ഉപ്പും പുളിയും മുളക് പൊടിയൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റല്ലേ. ഇത്തരം സന്ദർഭങ്ങളിലാണ് എൻ്റെ നാട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത്. അവിടുത്തെ ഫുഡും മിസ് ചെയ്യും. ഫുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചോറ്, മീൻകറി എന്നൊക്കെ പറയുമ്പോൾ തലേ ദിവസത്തെ മീൻകറി, അതാണ് സൂപ്പർ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയിലോട്ട് വരാം. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ അരച്ചു, മാങ്ങയൊക്കെ ശരിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അരി വെന്ത്. പിന്നെ അത് ഊറ്റാൻ വേണ്ടി ഞങ്ങളിവിടെ സിങ്കിലാണ് ഊറ്റുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത്. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ അരി ഊറ്റാൻ വേണ്ടിയിട്ട് പാത്രമൊന്നും കണ്ടില്ല. അപ്പോൾ അച്ഛനെ തോർത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മിക്സിയൊക്കെ എടുത്തു. നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങയും മാങ്ങയും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിൽ എൻ്റെ നാത്തൂനും എൻ്റെ കൊച്ചും കൂടെ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. അവരാണെങ്കിൽ താഴെ വന്നിരുന്ന് കളിയുക എൻ്റെ കാലിൻ്റെ താഴെ. അങ്ങനെ അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി ഇടാനായിട്ട് ഇപ്പോൾ സ്പൂൺ കണ്ടില്ല, അതേ കിടന്ന്. പിന്നെ അവിടെ ഇരുന്ന് സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യമേ ഒരു വട്ടം ഇട്ട് പിന്നെ എനിക്കൊരു തൃപ്തിയില്ല. ശരി, അപ്പോൾ അടുത്ത സ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിടാൻ വേണ്ടി ഉപ്പിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ഉപ്പിലൊരു സ്പൂണുമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ മോളുടെ സെറിലാക്കിൻ്റെ സ്പൂണാണ് അത്. പിന്നെ 4 വെളുത്തുള്ളി ഇട്ടു. പിന്നെ ആലോചിച്ചു, ശരി എനിക്ക് ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു, അപ്പോൾ ഛർദിലൊക്കെ ആയതുകൊണ്ട് ശരി അപ്പം ചമ്മന്തിക്കകത്ത് നമുക്ക് ഇഞ്ചി ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇഞ്ചി എടുത്തിട്ട് അരിഞ്ഞ് കഴുകി അതും അങ്ങ് ജാറിലോട്ട് ജാറിട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് മറന്നല്ലോ. പക്ഷെ സത്യത്തിൽ മറന്നു, കൊച്ചുള്ളി ഇടാൻ വേണ്ടിയിട്ട് മറന്നു. അത് ഇടാതെ ഞാൻ ചമ്മന്തി അരച്ചു. പിന്നെ ആലോചിച്ചത് എന്തോ ഒന്ന് മറക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്നേ. അങ്ങനെ എൻ്റെ ചമ്മന്തി റെഡിയായി. പിന്നെ അത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉരുട്ടുമല്ലേ, എൻ്റെ അമ്മയ്ക്ക് ഉരുട്ടി തരുമായിരുന്നു ചമ്മന്തി നല്ലതുപോലെ റൗണ്ടായിട്ട് അരകല്ലിൽ വെച്ച് അരച്ച്. അതേപോലെ ഉരുട്ടാൻ വേണ്ടി ഞാൻ നോക്കി, പക്ഷേ കുഴപ്പമില്ല, ഒരുവിധം അത് ഉരുണ്ട് ശരിയായി. അങ്ങനെ ചമ്മന്തിയും ഞാൻ റെഡിയാക്കി. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കല്യാണത്തിന് മുമ്പേ എനിക്ക് അടുക്കളയിൽ പോലും ഞാൻ കയറില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പഠിച്ചത്. അങ്ങനെ ചമ്മന്തി ചെയ്ത് കഴിഞ്ഞിട്ട് ശരി മുട്ട പൊരിക്കാമെന്ന് വെച്ച് കൊച്ചുള്ളി നോക്കിയിട്ട് ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വലിയ ഉള്ളി ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ട് ഒരു വലിയ പച്ചമുളകുണ്ട്, അതിനെ അറഞ്ചും കീറി ഞാൻ കൊന്ന് ഞാൻ അതിനകത്തോട്ടിട്ട് പാത്രത്തിനകത്തോട്ട്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കയ്യൊറിയില്ലാതെ പച്ചക്കറിയൊക്കെ അരിയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, എൻ്റെ കൈ ഫുള്ള് കീറിപ്പോവും.
അതുകൊണ്ട് ഞാൻ എപ്പോഴും കയ്യേറ് ഉപയോഗിച്ചാണ് പച്ചക്കറിയൊക്കെ അരിയാറ്. അങ്ങനെ ഞാൻ മുട്ടയുടെ അതിനകത്തോട്ട് പച്ചമുളകും ഉള്ളിയിട്ടിട്ട് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഞെവിടുമ്പോഴത്തേക്കും അതിനകത്ത് പച്ചമുളകിൻ്റെ അതൊക്കെ കയറും. അങ്ങനെ ഞെവിടിയിട്ട് പിന്നെ മുട്ട ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ കലക്കി കൊടുത്ത് നല്ലപോലെ കലക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ. ചുമ്മാ അങ്ങനെ ഒഴിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ എനിക്കതൊരു തൃപ്തി തോന്നത്തില്ല. അതുകൊണ്ടിട്ട് സ്പൂൺ വെച്ച് ഇളക്കിയത്. പിന്നെ എന്താ പാന് കത്തിച്ചു. ഇവിടുത്തെ പാനെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ വലിയ ദോശയുടെ തവ പോലത്തെ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ഞങ്ങളെപ്പോഴും മുട്ട പൊരിക്കാറ്. അങ്ങനെ അത് വെച്ച് നല്ല ചൂടായിട്ട് പിന്നെന്താ എണ്ണ, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇവിടെ മോസ്റ്റ് കടല എണ്ണ, പിന്നെ കടുകെണ്ണ, നല്ലെണ്ണ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കടല എണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യുക ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പാനിൽ നല്ല കടല എണ്ണ ഒഴിച്ചിട്ട് പിന്നെ മുട്ടയുടെ മിശ്രിതം ഒഴിച്ചു. പക്ഷെ ഞാൻ ഒഴിച്ചപ്പം ഞാൻ വിചാരിച്ച പോലത്തെ ഒരു റൗണ്ട് വന്നില്ല. പിന്നെ സ്പൂൺ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഒരു റൗണ്ട് ആക്കി ഞാൻ. പിന്നെ സ്പൂൺ വെച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ചുറ്റിച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കുറേ നേരം കാത്തിരുന്നപ്പോഴത്തേക്കും അത് തിരിച്ചിടാനുള്ള സമയം. അങ്ങനെ തിരിച്ചിട്ട് എല്ലാം ശരിയപ്പോൾ ചോറ് ശരിയായി. അങ്ങനെ ചോറ് 2 തവി എടുത്ത് കഴിഞ്ഞാൽ ഞാൻ മുട്ട നോക്കാൻ നേരത്ത് അനിയത്തി എൻ്റെ മുട്ട എടുത്തുകൊണ്ട് പോയി. പിന്നെ അനിയത്തി എനിക്ക് വേറൊരു മുട്ട പൊരിച്ച് തന്നു. അങ്ങനെ ആ മുട്ടയും പൊരിച്ചതും എൻ്റെ മാങ്ങ ചമ്മന്തിയും എല്ലാം വെച്ച് ഞാൻ ഇന്നത്തെ ഉച്ചയൂണ് ശരിയാക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക.